അപ്പോ റെസ്റ്റ് ചെയ്യാൻ വെച്ച സംഭവം ഇപ്പോ എന്തായിന്ന് അറിയണ്ടേ? ദേ നമ്മുടെ കൂവപ്പൊടിയൊക്കെ നന്നായി ഊറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഊറ്റിക്കളയണം. 2-3 പ്രാവശ്യം ഇതിന് മുകളിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതിലെ അവസാന കട്ട് പോവും വരെ ഊറ്റിക്കളഞ്ഞുകൊണ്ടേ ഇരിക്കണം. ഈ കാണുന്ന വെള്ളം നിറത്തിലുള്ള സംഭവമാണ് കേട്ടോ നമ്മുടെ കൂവപ്പൊടി. ഒരു ഐസ്ക്രീം സ്കൂപ്പ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്കിതിനെ സ്പൂൺ വെച്ച് സ്കൂപ്പ് ചെയ്ത് ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് ഉണക്കാനായിട്ട് വെക്കാം. ഉണക്കാൻ വെക്കുന്നത് ഒരു ദിവസത്തെ പരിപാടിയല്ല കേട്ടോ, 1-2 ദിവസം നമുക്ക് ഇതേപോലെ ഉണക്കാനായിട്ട് വെക്കണം. അത്യാവശ്യം 2-3 ദിവസത്തെ വെയിൽ കൊണ്ടാൽ തന്നെ ഇത് നന്നായി ഉണങ്ങി കിട്ടും. ഇപ്പോ ഏകദേശം ഇത് പുട്ടുപൊടി നനച്ചതുപോലെ ഇരിക്കും. അതിനർത്ഥം ഇതില് കുറച്ചുകൂടി ഈർപ്പമുണ്ടെന്നാണ്. ഇതിപ്പോ 2 ദിവസത്തെ വെയിൽ കൊണ്ടിട്ടുള്ള കൂവപ്പൊടിയാണ്. ഒരു 2 ദിവസം കൂടി വെയിൽ കൊള്ളിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇത് ഡ്രൈ ആയി കിട്ടും. ഇതിങ്ങനെ പുറത്ത് ഉണക്കാൻ വെക്കുമ്പോ കാക്കയോ മറ്റു കിളികളോ കൊത്തിക്കൊണ്ടു പോവാതിരിക്കാനാണ് മുകളിൽ ഇങ്ങനെ തുണി വിരിക്കുന്നത്. ദേ കൂവപ്പൊടിയൊക്കെ ഇവിടെ നല്ല രീതിക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഇനി എന്താ പരിപാടി? ഇനിയല്ലേ പരിപാടി. ഇനി നമുക്ക് ധനുമാസ്ത്ര തിരുവാതിരയ്ക്ക് നല്ല കൂവ പായസം പുഴുക്കുമായിട്ട് കാണാം.